ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ ബേസിക് സയൻസ് ആണ് നോക്കുന്നത്. ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ SCERT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിൽ ഓരോ ദിവസത്തെയും വീഡിയോ ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കമന്റ് ഞാൻ കണ്ടു. അപ്പോൾ ഇനി മുതൽ ഓരോ സബ്ജക്റ്റും ഞാൻ ഓരോ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓരോ ക്ലാസ്സും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. 4ാമത്തെ ചാപ്റ്റർ ആണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രകാശം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏരിയയിൽ പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധതാര്യ വസ്തു. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പാക് ഒബ്ജക്ട്സ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കളാണ്. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. അതുപോലെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പാക് ഒബ്ജക്ട്സ്. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുള്ളത് പ്രകാശം നന്നായി കടത്തിവിടുന്നവ, പിന്നെ ഏതാണ് പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നവ ഏതൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. പ്രകാശം നന്നായി കടത്തിവിടുന്ന അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വായു, വെള്ളം, ക്ലിയർ ഗ്ലാസ്, ക്ലിയർ പ്ലാസ്റ്റിക് എന്നിവ എന്താണ് പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ്. അതായത് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് ആണ് വായു, വെള്ളം, ക്ലിയർ ഗ്ലാസ്, ക്ലിയർ പ്ലാസ്റ്റിക് എന്നിവ. ഈ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾ ആണ് ടിഷ്യൂ പേപ്പർ, നിറമുള്ള ഗ്ലാസ്, കാഴ്ചക്കായുള്ള കണ്ണട, അതുപോലെ പൊളിത്തീൻ. ഇവയൊക്കെയാണ് പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അതായത് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. ഇനി നമ്മൾ പഠിച്ചു എന്താണ് അതാര്യ വസ്തുക്കളിലെ പ്രകാശം തീരെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതാര്യ വസ്തുക്കൾക്ക് എക്സാമ്പിള്? ഒരു ഇഷ്ടിക, അതുപോലെ മരക്കഷ്ണം, പിന്നെന്താണ് ഒരു ലോഹം, അതുപോലെ മതിൽ. ഇതൊക്കെ എന്താണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഇവയൊക്കെയാണ് എന്ത് ഒപ്പാക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് അതാര്യ വസ്തുക്കൾ. ഏതൊക്കെയാണ് നമ്മൾ ഒപ്പാക് ഒബ്ജക്ട്സ് പറഞ്ഞത്? മരക്കഷ്ണം, അതുപോലെ എന്താണ് നിറമുള്ള ഗ്ലാസ്, മതില്, പിന്നെന്താണ് ലോഹം. ഇതൊക്കെ എന്താണ് ഒപ്പാക് ഒബ്ജക്ട്സ് ആണ്, അതാര്യ വസ്തുക്കളാണ്. ഇനി ഇവിടെ അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അദൃശ്യനായ മനുഷ്യൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. അടുത്ത ഹെഡിങ് ആണ് തിരിച്ചു വരുന്ന പ്രകാശം. ചില വസ്തുക്കൾ സുതാര്യമാണെന്നും ചിലത് അതാര്യമാണെന്നും നാം മനസ്സിലാക്കി. അതാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇനി ഇവിടെ ഒരു കുട്ടികൾക്ക് ചെയ്യാനുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കൂ. ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ചു നോക്കൂ. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്ന് പതിച്ചത് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ അതാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് അത് തിരിച്ചു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ? പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. അപ്പൊ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. അപ്പൊ അതാര്യ വസ്തുക്കളിലാണ് പ്രകാശത്തിന്റെ പ്രതിപതനം നടക്കുന്നത്. ഇനി അർദ്ധതാര്യ വസ്തുക്കൾ എന്താണ് ഭാഗികമായിട്ടാണ് പ്രതിപതനം നടക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. അതായത് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണിത് ദർപ്പണങ്ങൾ. ഇനി മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. മിനുസമില്ലാത്ത പ്രതലങ്ങൾ എന്താണ് പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കുമാണ് പ്രതിപദിക്കുന്നത്. ഇതാണ് വിസരിത പ്രതിപതനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും നമ്മൾ പഠിച്ചു.
ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് സമതല ദർപ്പണത്തിൽ ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ പ്രതിഫലിക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിക്കാണ് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇനി പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. ഇനി എന്താണ്? അല്ലെങ്കിൽ നോർമൽ. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതന കോൺ എന്ന് പറഞ്ഞാൽ. അതുപോലെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം അല്ലെങ്കിൽ നോർമൽ. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണിത് പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. ഇനി പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണെന്ത്? പതന കോൺ. അതുപോലെ എന്താണ്? പ്രതിപതന രശ്മിക്കും അതുപോലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ഇനി ഇവിടെ തലം അല്ലെങ്കിൽ പ്ലെയിൻ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ഓരോ ചുമരും ഓരോ തലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി എന്താ? പ്രതിപതന നിയമങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതുപോലെ എന്താണ്? പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് പറഞ്ഞത്? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ എന്താണ്? തലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? ഓരോ ചുമരുകളെ നമുക്ക് ഓരോ തലമായിട്ട് കണക്കാക്കാം. അതുപോലെ പതനരശ്മിയും പ്രതിപതന രശ്മിയും അതുപോലെ പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തത് പ്രകാശവും കാഴ്ചയും. കണ്ണിലെ റെറ്റിനയിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെട്ടാണ് നാം വസ്തുക്കളെ കാണുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇനി എന്താണ്? ബൾബിൽ നിന്നുള്ളൊരു പ്രകാശം കണ്ണിലും പുസ്തകത്തിലും എത്തുന്നുണ്ട്. അപ്പോൾ പുസ്തകം കാണാൻ പ്രകാശം എങ്ങനെയാണ് കണ്ണിലെത്തുന്നതെന്നാണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലോ ചാർട്ടാണ്, ഫില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകാശ സ്രോതസ് എന്താണ്? ബൾബാണ് അല്ലേ? അപ്പോൾ ബൾബിലുള്ള പ്രകാശം എന്താണ്? വസ്തുവിൽ തട്ടി. വസ്തു എന്താണ്? ഒരു ബുക്കാണ് അല്ലേ? ബുക്കിൽ തട്ടി എന്താണ്? കണ്ണിലേക്കാണ് പ്രതിഫലിക്കുന്നത്. അപ്പോൾ കണ്ണിലെ റെറ്റിനയിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെട്ടാണ് നാം ആ വസ്തുക്കളെ കാണുന്നത് അല്ലേ? അപ്പോൾ ബൾബിലെ പ്രകാശം എന്താണ്? വസ്തുവിൽ തട്ടി എന്താണ്? പുസ്തകത്തിൽ തട്ടി കണ്ണിലേക്കാണ് പ്രതിഫലിക്കുന്നത്. അപ്പോഴാണ് നാം ആ പുസ്തകം കാണുന്നത്. ഇതിനൊരു ബോക്സ് കൊടുത്തിട്ടാണ് നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളെ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള വരുന്ന പ്രകാശം വസ്തുക്കളെ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് എങ്ങനെയാണ്? അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് പ്രകാശ സ്രോതസ്സുകളെ നാം കാണുന്നത്. അടുത്ത ഹെഡിങ് ആണ് സമതല ദർപ്പണവും പ്രതിബിംബവും. അപ്പോൾ സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരിതലം നിരപ്പായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. സ്വന്തം മുഖം കാണാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണല്ലോ നാം വസ്തുക്കളെ കാണുന്നത്. നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലെത്തുമോ? അപ്പോൾ മുഖം കാണാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതാണ് സമതല ദർപ്പണം അല്ലേ? ദർപ്പണത്തിന് മുഖം കാണുമ്പോൾ പ്രകാശം എവിടെയെല്ലാം തട്ടി പ്രതിപദിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്? അതിനൊരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് കണ്ണിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ആ ഒരു പ്രകാശം പ്രതിപദിച്ച് എന്താണ്? ദർപ്പണത്തിൽ പതിക്കുന്നു. ദർപ്പണത്തിൽ പതിക്കുന്നില്ല, ദർപ്പണത്തിൽ നിന്നാണ് പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രതിപദിക്കുന്ന പ്രകാശം പിന്നെയും നമ്മുടെ കണ്ണിലേക്ക് എത്താണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദർപ്പണത്തിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുഖം കാണുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞാല്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയിൽ എന്താണ്? നമ്മുടെ മുഖത്തിന്റെ വലതുഭാഗം എന്താണ്? പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും അതുപോലെ എന്താണ്? ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ടുമാണ് കാണുന്നത്. ഈ പ്രതിഭാസത്തെയാണ് എന്താണ്? പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ.
ഇനി സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് കൊടുത്തത്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇനെന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. എന്താ പറഞ്ഞത്? സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. പിന്നെന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രസ്താവനയായിട്ട് ചോദിക്കാം, അതുകൊണ്ട് നോട്ട് ചെയ്യണേ. അടുത്ത ഹെഡിങ് ആണ് ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്താണ്? അഭിമുഖമായി വെച്ച് രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് പ്രകാശത്തിലെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. പ്രകാശത്തിന് ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണെന്ത്? രണ്ട് ദർപ്പണങ്ങളിൽ എന്താണ്? മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത്. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളതാണ്. കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തന്നിട്ടുള്ളതാണ്. എന്താണ് ഇത്? സ്ഥിരം നമ്മുടെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോണളവ് തന്നിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഇക്വേഷൻ? കോണളവ് എന്ന് പറയുന്നത് എക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ്? 360/x - 1 ആണ് എന്താണ് ഇക്വേഷൻ കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്യണേ. 360/x - 1. അത് കോണളവ്, എക്സിന്റെ സ്ഥാനത്ത് കോണളവ് കൊടുക്കുക. അപ്പം എന്താണ്? ആ ഒരു പ്രതിബിംബങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇത് ആവർത്തന പ്രതിപതനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കേട്ടോ ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത് കോണളവും പിന്നെന്താണ് പ്രതിബിംബങ്ങളുടെ എണ്ണം എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ 360/x - 1 ആ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 30 എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര നമുക്ക് കിട്ടുന്നത്? 11 ആണ് അല്ലേ. അപ്പോൾ 60 കൊടുക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ് കിട്ടുന്നത്. അതുപോലെ 90 കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? 3 ആണ് അല്ലേ. ഇനി 120 കൊടുക്കുമ്പോൾ എന്താണ്? പ്രതിബിംബങ്ങൾ, ഒരു പ്രതിബിംബമാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.